വളരെ പ്രാർത്ഥനയോടെ അല്പസമയം ദൈവവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വേദഭാഗം നമുക്ക് ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വേദഭാഗം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ അല്പസമയം ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്കറിയാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം പ്രത്യേക പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. 15-ാം അധ്യായം 1 തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മരിച്ചവർ ഉയർക്കുമെന്ന് ശക്തമായി സമർത്ഥിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു വിഷയം അവതരിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊരിന്ത്യ സഭ തന്നെ എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 1 കൊരിന്ത്യർ ആമേൻ, അല്ലെങ്കിൽ 1 കൊരിന്ത്യൻസ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനകത്തൊരു ചോദ്യമാണ്, മരിച്ചവർ ഉയർക്കുമോ? ആമേൻ. ഇല്ലെങ്കിൽ ആമേ പ്രൈസ് ദി ലോർഡ്. ചിലരവിടെ പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സദൂക്യരെ നമുക്കറിയാം, അവര് മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ അവിടെ കടന്നു വന്നപ്പോൾ അതിന് ശക്തമായിട്ട് മരിച്ചവരുടെ ഉയർപ്പ് ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതാണ് നമുക്ക് ഈ 1 കൊരിന്ത്യരിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, മരിച്ചവർ ഉയർക്കും എന്ന് പറയുവാൻ 3 കാര്യങ്ങളാണ് അവിടെ പൗലോസ് പറയുന്നത്. അതിനകത്ത് ഒന്നാമതായിട്ട് അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് വ്യക്തമായി പറയുക, മരിച്ചവർ ഉയർക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിച്ച സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷത്തെ നിങ്ങൾ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചുവെങ്കിൽ ആ സുവിശേഷം എന്താണ്? യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിച്ച സുവിശേഷത്തിലാണ് നിങ്ങൾ വിശ്വസിച്ചതെങ്കിൽ ആമേൻ, മരിച്ചവർ എന്ത് ചെയ്യും? ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് അതിൻ്റെ 3-4 വേദഭാഗങ്ങൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ആമേൻ ഒരു പദം ആവർത്തിക്കപ്പെടുന്നുണ്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ തിരുവെഴുത്ത് ഏതാണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഹല്ലേലൂയ മുൻകൂട്ടി യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, ഉയർപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരിച്ചവർ ഉയർക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആമേൻ രണ്ടാമതായിട്ട് ആമേൻ ഒരു ഉദാഹരണം അവിടെ പറയുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ മുൻകൂട്ടി തിരുവെഴുത്തുകളിൽ ഈ വിഷയം ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആമേൻ മരിച്ചവർ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആമേൻ പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? ആമേൻ 5-ാമത്തെ വാക്യം, കേഫാവിന്, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു. ആമേ 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. 500-ലധികം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ ഒരു കാര്യം പറയുക, മരിച്ചവർ ഉയർക്കും എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചവരെ കുറിച്ചുള്ള ലിസ്റ്റാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവനെ വിശ്വസിച്ച് ആമേൻ ഓരോ ദൈവമക്കൾക്കും ഒരു ഉയർപ്പുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട്
സമർത്ഥിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ വിശ്വസിച്ച സുവിശേഷം, ഹല്ലേലൂയ, തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ, ആമേൻ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, ആമേൻ, ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത, ആമേൻ, ആ വെളിപ്പെടുത്തലുകളൊക്കെ, ആമേൻ, ശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ആത്മീയ സത്യം, ഒരു ഉയർപ്പ് സാധ്യമാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഉയർപ്പ് എന്നുള്ള ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വായിച്ച വേദഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ ഉയർപ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ദൈവമക്കളെ ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഉയർപ്പ് പ്രൂവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ആ ഉയർപ്പ് പ്രൂവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് ഒന്ന് സത്യമാണ് അസത്യത്തെക്കാൾ വലുതെന്ന് ആമേൻ ഉയർപ്പ് ഹല്ലേലൂയ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ്? സത്യമാണ് അസത്യത്തെക്കാൾ വലുത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ ഉയർപ്പിനോടനുബന്ധമായി സംസാരിച്ച അസത്യങ്ങൾ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അവന്റെ ഭൗതിക ശരീരം ശിഷ്യന്മാർ എടുത്തുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് ശുശ്രൂഷ ചെയ്ത സമയത്ത് ഉയർപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് ഇവൻ ആരാ, ഇവനെ നമുക്കറിയാവുന്നല്ലേ, ഇവൻ തച്ചന്റെ മകനല്ലേ, ഇവൻ യോസഫിന്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസത്യങ്ങൾ പരത്തുവാൻ വേണ്ടി പലരും ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? മരിച്ചിട്ട് മൂന്നാം ദിവസം എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോ അസത്യത്തിന്റെ മുകളിൽ സത്യം ജയിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഒന്ന് വെളിപ്പെട്ടാൽ, ദൈവമക്കളെ, പല അസത്യങ്ങളും നമുക്കെതിരെ ശത്രുവായവൻ പറഞ്ഞതിനെ ഇന്ന് പകൽക്കാലം സത്യമായി വിജയമായിട്ട് നമുക്ക് കൊണ്ടാടുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുക. എത്ര പേർക്ക് ഇന്നു പകൽക്കാലം അത് വിശ്വസിക്കുവാൻ കഴിയുന്നു? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മളെ നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി, നമ്മുടെ ഭാവിയെ നോക്കി ശത്രുവായവൻ പല അസത്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നു പകൽക്കാലം വിശ്വസിക്കേണ്ട ഒരു കാര്യം, എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അസത്യത്തിന്റെ മുകളിൽ ജയം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കുന്നതാ. ആ റിസറക്ഷൻ പവർ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് വെളിപ്പെടുകയാണെങ്കിൽ, എല്ലാ നിരാശകളും മറന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ആരാധന കൊടുക്കുവാൻ, ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ നമുക്ക് ഇടവരുമെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഗുഡ് എന്നുള്ളത് ഈവിളിനേക്കാളും വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശത്രുവായവന് ക്രൂശീകരിക്കപ്പെടുന്ന സമയം മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയം തൊട്ട് ആ ക്രൂശിനെ ഇല്ലാതെയാക്കുവാൻ, ക്രൂശിലൂടെയുള്ള രക്ഷയെ ഇല്ലാതെയാക്കുവാൻ അവന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. എന്നാൽ നല്ലവനായ കർത്താവ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവന്റെ നന്മ പ്രവർത്തികൾ നിമിത്തമായിട്ട് എന്ത് സംഭവിച്ചു? ആ പിശാചിനെ, ആ ഈവിളിനെ ആ ക്രൂശിന്റെ ചുവട്ടില് അവൻ തകർത്ത് കളയുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. തിന്മ, ഹല്ലേലൂയ, പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, തിന്മയുടെ നടുവിൽ ജീവിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുക, ആ ശത്രുവായവൻ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അലറിക്കൊണ്ട് നടക്കുമ്പോൾ അതിന്റെ നടുവിൽ പുനരുത്ഥാനത്തിന് ശക്തി പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. തിന്മയല്ല ജയിക്കേണ്ടത്, മറിച്ച് നന്മ ജയിക്കുന്ന ദിവസമുണ്ട്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതൊന്ന് ക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. അസത്യമല്ല ജയിക്കുന്നത്, സത്യമാണ് ജയിക്കുന്നത്. തിന്മയല്ല ജയിക്കുന്നത്, നന്മയാണ് ജയിക്കുന്നത്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
യേശു കർത്താവിനെ ക്രൂശിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഇവരുടെ ഹൃദയം മുഴുവൻ എന്താ നിറഞ്ഞു നിൽക്കുന്നത്? വെറുപ്പ. പ്രൈസ്. യേശുവിനോടുള്ള വെറുപ്പ്. അവൻ പറഞ്ഞ വചനങ്ങളോടുള്ള വെറുപ്പ്. ഹല്ലേലൂയ. പ്രൈസ്. അവന് ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. പ്രൈസലോ. അത് അംഗീകരിക്കുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് വെറുപ്പ് നിറഞ്ഞിരിക്കുകയാ. പ്രൈസലോ. ആ വെറുപ്പ് നിമിത്തം അവൻ എന്ത് ചെയ്തു? ആ ക്രൂശിൽ എൻ്റെ കർത്താവിനെ തറച്ചു. പ്രൈസലോ. എന്നാൽ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, പ്രൈസലോ, ലോകത്തിന്റെ സകല വെറുപ്പിനും അപ്പുറത്ത് ദൈവത്തിന്റെ വിടുതൽ അവിടെ സംഭവിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഒരു സമൂഹം മുഴുവൻ നമ്മളെ വെറുത്തെന്ന് വരാം. പ്രൈസലോ. നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം. നമുക്കെതിരെ വിധി പറഞ്ഞെന്ന് വരാം. എന്നാൽ നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി, അതിനെ ഒന്ന് തിരിച്ചറിയുവാൻ ദൈവമക്കൾക്ക് കഴിയുന്നുവെങ്കിൽ ആ വെറുപ്പിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്കിടവരുമെന്ന വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. മരണത്തിനപ്പുറത്താണ് ജീവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മരിച്ച കർത്താവ് 3 ദിവസം കല്ലറയ്ക്കകത്ത് ഇരിക്കുകയാ. എന്നാൽ ജീവൻ വ്യാപരിച്ചപ്പോ മരണം മാറിപ്പോകുവാൻ ഇടവന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഇന്ന് പകൽക്കാല ജീവൻ വ്യാപരിച്ചാൽ മരണം നീങ്ങിപ്പോകുവാൻ ഇടവരും. ബലഹീനതകൾ നീങ്ങിപ്പോകുവാൻ ഇടവരും. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കള് ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് പകൽക്കാല കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒന്ന് തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ബലഹീനത മാറി, മരണം മാറി, ജീവൻ വ്യാപരിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ലോകം വിധി പറഞ്ഞത്, ലോകം വെറുത്തത്, തിന്മ പ്രബലപ്പെടുവാൻ ശ്രമിച്ചത്, അസത്യം പ്രബലപ്പെടുവാൻ ശ്രമിച്ചത്, അതിന്റെ നടുവില് പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ തിന്മയെ നന്മയാക്കി ദൈവം മാറ്റുവാൻ ഇടവരും. അസത്യത്തെ സത്യമാക്കി ദൈവം മാറ്റുവാൻ ഇടവരും. ഹല്ലേലൂയ. റിഗവന ശബ്ദന രാജസിയാദന, വെറുപ്പിനെ സ്നേഹമാക്കി ദൈവം മാറ്റുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നു? നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോ നമ്മിൽ നിന്ന് തിന്മയല്ല വെളിപ്പെടുന്നത്, നമ്മിൽ നിന്ന് നന്മ വെളിപ്പെടും. പ്രൈസ്. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മിൽ നിന്ന് അസത്യമല്ല വെളിപ്പെടുന്നത്, നമ്മിൽ നിന്ന് സത്യം വെളിപ്പെടും. ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് വെറുപ്പല്ല വെളിപ്പെടുന്നത്, നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടും. ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മളിൽ വെളിപ്പെടുമ്പോ ദൈവമക്കളെ, മരണമല്ല, മരണത്തിന്റെ വ്യാപാരങ്ങൾ വിട്ടുമാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ ശരീരങ്ങളിൽ ജീവൻ വ്യാപരിക്കൂ. ജീവനുള്ളതൊക്കെ ദൈവത്തെ സ്തുതിക്കൂ, ജീവനുള്ളതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തൂ, ജീവനുള്ളതൊക്കെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്ന സെമിട്രിയിലല്ല, നമ്മൾ ആയിരിക്കുന്ന ജീവനുള്ള, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ ശക്തിയുള്ള, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുള്ള ഇടമാണ്. ഇവിടെ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കണം, കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. റേഖാവന ശബ്ദന രാജസിയാദന ഹൗഡാ ഋഗവന ഗദലക ജാര ശബ്ദന രാജസിയാദന. പൗലോസ് പറയുന്നു, യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷത്തിനകത്ത് നിങ്ങൾ വിശ്വസിച്ചുവെങ്കിൽ നിങ്ങൾക്കും ഒരു ഉയർപ്പ് സാധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ വിശ്വസിക്കാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അശരീരമായ ഒരു മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് മാത്രമല്ല, ഇന്ന് പകൽക്കാലം ജീവിതത്തിനകത്ത് ഏതൊക്കെ മേഖലകൾ താഴ്ചകളുണ്ട്, തകർച്ചകളുണ്ട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ മേഖലകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ വിടുതൽ വ്യാപരിക്കുമെന്ന്, വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പുനരുത്ഥാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ച വേദഭാഗം. ആ വേദഭാഗത്തിനകത്ത്
എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. സ്തോത്രം. ഏലിയാവ് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ശക്തമായിട്ട് നിന്നു. എന്നാൽ ഒരു സമയത്ത് ചൂരച്ചെടിയുടെ കീഴിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. മരിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവപ്രവൃത്തി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിങ്കിൽ ആ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്നവർ ഒരു റിസൾട്ട് ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആ റിസൾട്ട് കാണാതെ വരുമ്പോൾ ശുശ്രൂഷകർ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള ദൈവത്തിന്റെ വചനം ഇവിടെ പറയുക. പ്രൈസ് ദി ലോർഡ്. ഇത് പാസ്റ്റർമാരോട് മാത്രമല്ല, കൊരിന്ത്യ സഭയോട് പറയുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ശക്തമായിട്ട് നിൽക്കണം. നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവര് ആകണമെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവ് ആഹാബ് രാജാവിന്റെ മുമ്പിൽ പോയി ശക്തമായിട്ട് ദൂത് പറഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ ഓടി ചൂരച്ചെടിയുടെ കീഴിൽ പോയി പറയുക, ആമേൻ, എനിക്ക് മരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ കാരണം എന്നാ? ഇസബേൽ വന്നു പറഞ്ഞ, ആമേൻ, ഇസബേൽ തൻ്റെ ദൂതനെ അയച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാളെ ഈ ദിവസം നിന്റെ ജീവനെ, ആമേൻ, ബാലിന്റെ പ്രവാചകന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ഞാൻ ആക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് പ്രൈസ് ദി ലോർഡ്, ഏലിയാവ് എന്ത് ചെയ്തോടെ? ഭയപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഭയം എന്ന് പറയുന്ന ഒരു ഇമോഷൻ. ഹല്ലേലൂയ. ആമേൻ. അത് റിയാലിറ്റി അല്ല, അതൊരു ഇമോഷൻ. ഹല്ലേലൂയ. ഏലിയാവ് അവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇമോഷന് കീഴ്പ്പെട്ട്, ഭയത്തിന് കീഴ്പ്പെട്ടിട്ട് ആമേൻ താൻ ആമേൻ ഹല്ലേലൂയ അതിന്റെ ആ എക്സ്ട്രീമിൽ ചെന്നിട്ട് പറയുക, എനിക്ക് മരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വചനം നമ്മളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം ഏതാണ്? നിങ്ങൾ നിരാശപ്പെടുന്ന വിഷയം ഏതാണ്? അത് റിയാലിറ്റി ആണോ അതോ നിങ്ങളുടെ ഒരു ചിന്ത മാത്രമാണോ? ഹല്ലേലൂയ. ഒരു ഇമോഷൻ മാത്രമാണോ? ഹല്ലേലൂയ. പല സാഹചര്യങ്ങളുടെ നടുവിൽ ഭയം വരാം. ആമേൻ. സാഹചര്യങ്ങളുടെ നടുവിൽ സന്തോഷം വരാം. ആമേൻ. സാഹചര്യങ്ങളുടെ നടുവിൽ ആമേൻ അലറി വിളിക്കാം. ആമേൻ. സാഹചര്യങ്ങളുടെ നടുവിൽ ഉല്ലസിക്കുക. ഇതെല്ലാം ഇമോഷനുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യാഥാർത്ഥ്യമാണോ, റിയാലിറ്റി ആണോ അതോ ഇമോഷൻ ആണോ? ഹല്ലേലൂയ. ഏലിയാവ് ഇമോഷണലി ഭയപ്പെട്ടിട്ട് ഓടി ചൂരച്ചെടിയുടെ കീഴിലേക്ക് പോയിരുന്നിട്ട് പറയുക, എനിക്ക് മരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവൃത്തി അവന് വേണ്ടി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് ഏലിയാവോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ ഒന്ന് വരാമോ? 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 4-ാമത്തെ വാക്യത്തിനകത്ത് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന് ശ്രദ്ധിച്ച ദൈവമക്കളെ, യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. മറുവശത്ത് യാഥാർത്ഥ്യത്തിനപ്പുറത്ത് ഇമോഷണലി കയറി പറയുക, എനിക്ക് മരിക്കണം, ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും നല്ലവനല്ല. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് മറ്റുള്ളവരുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുവാൻ ഇടവന്നു. ഹല്ലേലൂയ. ഏലിയാവ് നല്ലവനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? സർവശക്തനായ ദൈവമാ. ഏലിയാവ് ഇതുവരെ ദൈവസ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്ന വ്യക്തിയാ. എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി ഇമോഷനിലേക്ക് പോയപ്പോ ഏലിയാവ് തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തിട്ട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് വചനം പഠിക്കുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 10-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി
ഞാൻ വളരെ ശുഷ്കാന്തിച്ച്, ഞാൻ ഒത്തിരി ശുശ്രൂഷ ചെയ്തെന്ന ഏലിയ പറയുന്നത്. എന്നാൽ എൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിങ്കൽ ഒരു റിസൾട്ടും ഇല്ല, ആരുമില്ല എൻ്റെ കൂടെ, ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് ഏലിയാവ് പറയുക. ഇരമ്യാവ് കരഞ്ഞ് ശുശ്രൂഷ ചെയ്ത്. കാരണം എന്നാണെന്നറിയാമോ? ഇരമ്യാവ് ദീർഘവർഷങ്ങൾ ഇസ്രായേലിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടും ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെട്ടില്ല. എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസലോ. ദൈവമക്കളെ, ആ മനസ്സ് മടുത്തു പോകുന്ന ഒരു സാഹചര്യം. പ്രൈസലോ. എന്തുകൊണ്ടാണ് ഈ മനസ്സ് മടുത്തു പോകുന്നത്? ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് ഇവിടെ എനിക്ക് കാണണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് മടുത്തു പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ വചനം പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തെങ്കിൽ ഈ വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, ദൈവ പ്രവർത്തിക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ആ പ്രവർത്തിക്ക് ഒരു പ്രതിഫലം ഉണ്ട്, അത് നിശ്ചയം തന്നെയാണ്. എന്നാൽ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ഈ ഭൂമിയിലല്ല, മറിച്ച് കർത്താവിൻ്റെ വരവിങ്കലാണെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസലോ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇത് എന്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? സുവിശേഷത്തോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിനെ കൂടാതെ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയത്തില്ല. ഏത് പ്രവൃത്തിയാകട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. സുവിശേഷീകരണം മാത്രമുള്ള പ്രവൃത്തിയെ കുറിച്ചല്ല പറയുന്നത്. ഏത് പ്രവൃത്തിയാണെങ്കിലും കർത്താവിനെ കൂടാതെ നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കർത്താവിനെ കൂടാതെ ചെയ്താൽ അവിടെ ഒരു റിസൾട്ട് ഇല്ല. കർത്താവ് ഉണ്ടെങ്കിലേ അവിടെ ഒരു റിസൾട്ട് ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുകയാണ്. 1-2 വേദഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു നിർത്താം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലായോ? എന്ത് ചെയ്താലും ആരുടെ നാമത്തിൽ ചെയ്യണം? കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു പ്രവൃത്തിയും വിജയത്തിലേക്ക് എത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3:23. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ദൈവമക്കൾ ശ്രദ്ധിച്ച് ആ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും കർത്താവിനെ കൂടാതെ അത് ജയിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഏത് പ്രവൃത്തി, അത് വാക്കിനാലോ ഈ ക്രിയയാലോ എന്ത് ചെയ്താലും യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മളത് ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കല്ല കർത്താവിനെന്നവണ്ണം ചെയ്യണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുക, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് മനുഷ്യർക്ക് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്, അത് കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. അത് ദൈവനാമത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 32-33 അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തതും വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്തു പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. എഫെസോസിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു? മൃഗയുദ്ധം ചെയ്തു. അത് വെറും മാനുഷ്യം എങ്കിൽ എനിക്കെന്ത് പ്രയോജനം? മാനുഷികമായിട്ടുള്ള ഒരു അംബീഷൻ,
അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ആമേൻ എൻ്റെ പ്രവൃത്തിക്ക് പിന്നിലുണ്ടെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു നിശ്ചയമായിട്ടും പ്രവൃത്തിക്ക് ഒരു റിസൾട്ട് ഉണ്ട്. ഹല്ലേലൂയ. ആ റിസൾട്ട് എപ്പോഴാണ് കിട്ടുന്നത്? അതുകൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാട്ടെ. 1 കൊരിന്ത്യർ 10-31 വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ 10:31. സ്തോത്രം. ആകയാൽ എന്തു തിന്നാലും കുടിച്ചാലും അതെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇനി 1 കൊരിന്ത്യർ 3:10 ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 3:10. ആ ആ ആ നോക്കിക്കൊള്ളട്ടെ. അടുത്ത വാക്യങ്ങൾ കൂടെ. യെസ്. ആ ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും, ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രതിഫലം എന്നാ കിട്ടുന്നത്? ആ ദിവസത്തിങ്കൽ, കർത്താവ് വെളിപ്പെടുന്ന ദിവസത്തിങ്കലാണ് പ്രതിഫലത്തിന്റെ വിഭജനം ഉണ്ടാകുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. 1 കൊരിന്ത്യർ 3 അതിൻ്റെ 6 വേദഭാഗം നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അവിടെ കൊണ്ട് നമ്മൾ പലപ്പോഴും നിർത്താറുണ്ട്. അടുത്ത വാക്യം, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രതിഫലമുണ്ട്, അത് കർത്താവിന്റെ വരവിങ്കല. എങ്ങനെയാ പ്രതിഫലം? ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം ആമേൻ ഒരു കൂലി കിട്ടുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുക. ഇനി 4 അധ്യായം നോക്കിക്കേ, അതിന്റെ 5 വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് വരുന്നതിന് മുമ്പ് ഒന്നും എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഓരോരുത്തർക്കും എന്ത് ലഭിക്കുന്ന? ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ മനസ്സിലായോ? ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ആ കോണ്ടസ്റ്റിൽ ഈ വചനത്തെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ളവർ, കുലുങ്ങാത്തവർ, അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സങ്കീർത്തനത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി അത് ആമേ കേൾക്കുവാൻ ഇട വന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ആമേ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നു അതിനൊത്ത കൂലി എനിക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് കൂലി ലഭിക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആമേ, പ്രൈസ് ദി ലോർഡ്, മുമ്പന്മാർ പിമ്പന്മാരായി പോയി. എന്നാ കാരണം? അവരുടെ മനസ്സിൽ ഒരു കൂലി ചിന്തിച്ച് പറഞ്ഞു ഒത്തു. പ്രൈസ് ദി ലോർഡ്. ഇത്ര കൂലി കിട്ടിയാൽ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അവർ കൂലിക്ക് വേണ്ടി ആമേൻ ജോലി ചെയ്യുമ്പോൾ അവസാന മണിക്കൂറിൽ വന്നവന് ആമേൻ ഒരേപോലെയുള്ള കൂലി ലഭിച്ചപ്പോൾ ഹൃദയത്തിനകത്ത് ഒരു വേദനപ്പെട്ട് ആമേൻ യജമാനനോട് പിറുപിറുക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആമേൻ, ഒരു ദിവസം വരുന്നു കർത്താവിന്റെ വരവിങ്കൽ. ആമേൻ, നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ ആമേൻ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നിലനിൽക്കുന്നുവെങ്കിൽ അതിനൊരു പ്രതിഫലമുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആമേൻ ഒരു നല്ല വാക്കുപോലും ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കത്തില്ല. പക്ഷേ ആമേൻ, ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ കൂലി അവിടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസല്ലോ. കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേ, പുനരുത്ഥാനമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. മരിച്ചവർ ഉയർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി സ്ഥാപിക്കുമ്പോൾ ആമേ പ്രൈസല്ലോ, എനിക്ക് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാനോ, എനിക്ക് ദൈവസന്നിധിയിൽ ഇളകാതെ നിൽക്കാനോ, എനിക്ക് ദൈവസന്നിധിയിൽ ആമേ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കാനോ അതൊരു വലിയ പ്രചോദന. കാരണം എന്നാ, യേശു ക്രിസ്തുവിലൂടെ എനിക്കൊരു വലിയ ജയം ദൈവം നൽകിയിരിക്കുക. എന്തിൽ നിന്ന് ജയം? പ്രൈസല്ലോ. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്നൊരു ജയം എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആമേൻ. മരണത്തിനപ്പുറത്തൊരു പുനരുത്ഥാനമുണ്ട്. മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. ആ നിത്യതയിൽ ഞാൻ എത്തിച്ചേരുമ്പോ ആമേൻ, ഈ ഭൂമി ഞാൻ ആയിരുന്നപ്പോ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ദൈവം എനിക്ക് തന്ന താലന്തുകൾ ആമേൻ ഓരോന്നും ഞാൻ എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എങ്ങനെ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു, അത് ലോകത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടിയാണോ ഞാൻ ചെയ്തത്, അതോ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ ഞാൻ ചെയ്തത്? ഇതെല്ലാം കൂടെ വിലയിരുത്തിയിട്ട് ആമേൻ ഒരു കൂലി നമ്മുടെ കൈവശം തന്ന് നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്തില്ല. ആമേൻ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയോ, ആരും ലജ്ജിച്ചു പോകുവാ ദൈവം അനുവദിക്കത്തില്ല. നമുക്കൊരു പ്രതിഫലമുണ്ട്. അത് വിഭാഗിക്കുന്ന ദിവസത്തിങ്കൽ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെ ഇടവരുത്തട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക, അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആരും കണ്ടെന്ന് പോലും വരത്തില്ല കേട്ടോ. പ്രൈസ്. പക്ഷെ അതിനും ഒരു കൂലി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. സ്തോത്രം. ചിലപ്പം കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയായിരിക്കുക. ആവശ്യത്തിലിരിക്കുന്ന ഒരുവൻ്റെ വേദന ആമയെ അറിഞ്ഞ് അവനെ സഹായിക്കുന്നതായിരിക്കാം. പ്രൈസല്ലോ. എന്ത് തന്നെയായിരുന്നാലും പ്രൈസല്ലോ, ദൈവത്തിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിലാണോ നമ്മൾ ചെയ്തത്, അതിനൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. അത് വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹൃദയമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ആ പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പല വിധത്തിലുള്ള ആമേൻ ഉപദേശങ്ങളാൽ വലഞ്ഞു പോകാതെ ഉറച്ചു നിൽക്കണം. പ്രൈസ്. സ്തോത്രം. നമ്മുടെ അകത്ത് ആമേൻ വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ഭാഗങ്ങളാണ് സങ്കീർത്തനത്തിലൂടെ സന്ദീപ് ബ്രദർ കുറച്ച് പറയുവാൻ ഇടവന്നിട്ട്. സ്തോത്രം. നമുക്ക് പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ് ഒക്കെ ദൈവം തന്നിട്ട്, സ്തോത്രം, നമ്മുടെ പാപങ്ങളെല്ലാം, അകൃത്യങ്ങളെല്ലാം അവൻ മായ്ച്ചു കളഞ്ഞിട്ട്, സ്തോത്രം, നമ്മളോട് പറയുക, സ്തോത്രം, ദൈവമക്കളെ, ആമേൻ, നമ്മുടെ പ്രവർത്തികൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ക്രമീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ പ്രവർത്തികളിൽ ക്ഷമിക്കുക എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചിന്തിക്കുവാൻ ഇടവന്നത്. സ്തോത്രം. ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച്, സ്തോത്രം, പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഒന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിച്ച്, സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം വന്നതുപോലെയല്ല, മടങ്ങിപ്പോകുമ്പോൾ ഒരു വലിയ സന്തോഷവും വിടുതലും ഹൃദയത്തിനകത്ത് അനുഭവിച്ച് മടങ്ങിപ്പോകാൻ ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട് ഒത്തിരി ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, എന്നെ ആരും ആമേൻ ഗവനിച്ചില്ല, എന്നെ ആരും മനസ്സിലാക്കിയില്ല, ആമേൻ, എനിക്കാരും ആമേൻ അവസരം തന്നില്ല, എനിക്കാരും കൈ തന്നില്ല, ആമേൻ, നിരാശപ്പെട്ടു പോകണ്ട. ഇവിടെ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിഫലം അവിടെ ഉണ്ട്. സ്തോത്രം. സ്തോത്രം. ഇവിടെ മനുഷ്യൻ നമ്മളെ തഴയും, പ്രൈസ് ദി ലോർഡ്, എന്നാൽ ദൈവം നമ്മളെ മാനിക്കും. സ്തോത്രം. വിശ്വസിക്കേ. ഏത് പ്രവൃത്തി ചെയ്താലും കർത്താവിനെ കൂടാതെ ചെയ്യരുത്. നമുക്ക് ചിലപ്പോൾ ജ്ഞാനം തന്നിട്ടുണ്ട്, നമുക്ക് ചിലപ്പം കഴിവ് തന്നിട്ടുണ്ട്, ബലം തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കർത്താവേ, ഈ പ്രവൃത്തിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, സ്തോത്രം, അവിടെ ഒരു വിടുതല. സ്തോത്രം. ലൂക്കോസ് 24-ാമത്തെ അധ്യായത്തിനകത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരായിരുന്ന ആ മുറിയുടെ
മധ്യത്തിൽ വന്ന് നിന്നു. സ്തോത്രം. പാപിനിയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് യേശു കർത്താവ് ആലയത്തിനകത്ത് ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തി. സ്തോത്രം. കർത്താവ് എവിടെയാ? കർത്താവ് ആ മധ്യത്തിലുണ്ട്. സ്തോത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ആമേൻ ഇതിൻ്റെ നടുവിലുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടുവിൽ കർത്താവുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോക്കൽ പോയിന്റ്, സെൻട്രൽ പോയിന്റ് കർത്താവാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പരാജയപ്പെട്ടു പോകത്തുള്ള ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാർത്ഥമായി വിളിക്കണം, കർത്താവേ നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ഒത്തിരി പേര് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കാണും കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഇതുവരെയും കർത്താവിനെ നിങ്ങൾ രക്ഷകനായിട്ട്, കർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കൽ പോയിന്റ് ആയിട്ടുണ്ടോ? ഇന്ന് മരിച്ചാൽ ഉയർക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? സ്തോത്രം. അതോ ഇന്ന് മരിച്ചാൽ ആമേ മരണത്തിനപ്പുറത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല, ആമേ നിത്യ നരകത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കൽ പോയിന്റ് ആകുന്നുവെങ്കിൽ, സെൻട്രൽ പോയിന്റ് ആകുന്നുവെങ്കിൽ, ഇന്നു പകൽക്കാലം മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുക. അതിനെ പ്രാപിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് കർത്താവിനെ അറിയേണ്ടവരുണ്ട്, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക, യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കൂടിയാണ് ക്രൂശിൽ മരിച്ചത്. ആമേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എത്ര വലിയ പാപമാണെങ്കിലും അത് കടുഞ്ചുവപ്പായിട്ടിരിക്കുന്നുവെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു കർത്താവിൻ്റെ രക്തത്തുള്ളികൾക്ക് കഴിയുമെന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ആമേൻ. എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിടുതൽ നമ്മുടെ മധ്യത്തിൽ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം മടങ്ങി പോകുമ്പോ ആമേ പ്രൈസ് ദി ലോർഡ്, എന്റെ ബൈബിൾ എടുത്തോ പേഴ്സ് എടുത്തോ എന്നൊക്കെയല്ല നമ്മൾ നോക്കേണ്ടത്. എന്റെ കൂടെ എന്റെ കർത്താവ് വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിനകത്തുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ നീ എന്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ.